രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ബൂത്തിലേക്ക് എത്തുമോ? സസ്പെൻസായി ഇങ്ങനെ നിൽക്കുകയാണ്. വൈകിട്ട് 7 മണി വരെ സമയമുണ്ട്. തീർച്ചയായിട്ടും അത് വോട്ട് ചെയ്തിരിക്കും. വോട്ട് ചെയ്യാതിരിക്കേണ്ട ഒരാവശ്യമില്ല. കോടതി അദ്ദേഹത്തിനെ ഇമ്മ്യൂൺ ആക്കിയിട്ടുണ്ട്. കാരണം അറസ്റ്റ് ചെയ്താലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം കിട്ടും. ഉടനെ തന്നെ ജാമ്യം കൊടുത്തേ പറ്റൂ. കൊടുത്തില്ലെങ്കിൽ പോലീസ് വരും. അപ്പോൾ എല്ലാം കൊണ്ട് പ്രൊട്ടക്റ്റഡാണ് പുള്ളി. പാർട്ടിക്കാർ വേണ്ടെന്ന് കോൺഗ്രസ്, നന്ദി കെട്ട കോൺഗ്രസ് വിട്ടിപ്പോൾ CPM-ൽ പോയി ചേരൂ. ഞാനതാ പറയുന്നത്. സരിനെ പോലെ CPM-ഉം അവർ അടവ് നയം, ആദ്യം ഒരു അടവ് നയം, ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ. അങ്ങനെയാണല്ലോ അവരുടെ നോക്കാം. നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കാം. അങ്ങനെ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുപിടിക്കാനും അവർക്ക് മടിയൊന്നുമില്ലല്ലോ. അങ്ങനെ ആരുമായിട്ടും PDP-യുമായിട്ടും നിലപാട് ആദ്യം അറിയട്ടെ എന്ന് പറയും. ഒരു പ്രത്യേക ശാസ്ത്രം പറയും. നിലപാട് അങ്ങ് അറിയിച്ചാൽ മതി. ഞാൻ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തോടെ പോകണം എന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ എല്ലാ അദ്ദേഹത്തിനെ പതുക്കെ ജ്ഞാനസ്നാനം ചെയ്യിക്കും. പിന്നെ ശുദ്ധക്രിയയും വൈറ്റ് വാഷ് ചെയ്യും. അലക്ക് യന്ത്രത്തിലിട്ട് അലക്കും വേണം. നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് അഗ്നിശുദ്ധി അല്ല, വെയിലത്തിട്ട്. അത് അഗ്നിശുദ്ധിയാണല്ലോ, സൂര്യൻ്റെ ആണല്ലോ, തീ കൊണ്ടാണല്ലോ ചൂട്. ആഴക്കമ്പിലിട്ട് ഉണക്കി വടിയാക്കി എടുത്ത് നായൺ ചെയ്ത് കുട്ടപ്പനാക്കി ഇങ്ങോട്ട് വരും. ആരും ഓർക്കും ഇത്? പിന്നെ തന്നെയല്ല, കോടതിയുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ടേ ആ കൊടുത്ത പരാതിയിൽ ഒരുപാട് കുഴപ്പമുണ്ടെന്നാണ്. പരാതിയെക്കുറിച്ച് ഇപ്പോൾ കോടതി പരാതിപ്പെട്ടിരിക്കും. പരസ്പര വിരുദ്ധമായ മൊഴികൾ കോടതിയെ പറ്റിക്കാൻ വേണ്ടിയാണോന്നു. ഞങ്ങൾക്ക് തന്ന മൊഴിയൊന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് വേറൊന്ന്. അതങ്ങനെ 2 കേസുകളായി. അപ്പോൾ ഇതാണ് രാഹുൽ ഒന്നേ ഉള്ളൂ, പക്ഷേ 2 തരത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരാൾക്ക് പാനിക് അറ്റാക്ക് വരിക എന്ന് പറയുന്നത് ബലാത്സംഗത്തിൻ്റെ ലക്ഷണമായണമെന്നല്ല. ശ്വാസം മുട്ടൽ വരുന്ന ആസ്മ കൊണ്ടും വരാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും വാദഗതികൾ പോകുന്നത്. ഞാൻ ഉള്ള കാര്യം പറയാം അല്ലേ. ആസ്മയുള്ളവർക്കും ശ്വാസം മുട്ടൽ വരും. ഈ ബലാത്സംഗത്തിൻ്റെ ആയിട്ടുള്ള ലക്ഷണം. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവണം. അതൊക്കെയുണ്ട്. എത്ര 2 വർഷം മുമ്പിലത്തെ ചോര. അതാണ് 2 വർഷം മുമ്പ് കാണുന്ന സംഭവം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിച്ചാണെന്ന് പറയും. അത്ര പേടിക്കേണ്ട ആളാണ്. എന്നാൽ CPM-നോട് പറഞ്ഞാൽ പോരെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. അവരതിനകത്ത് വേണ്ടത്ര മസാല മുഖ്യനിരിക്കുന്നിടത്ത് ഭയക്കേണ്ട കാര്യമുണ്ടോ എന്ന് മാത്രം. അടിവാളിനിടയിലൂടെ ഇറങ്ങി നടന്ന മനുഷ്യനാ. അദ്ദേഹം ഇരിക്കുമ്പോ പോലീസോ ആർക്കെങ്കിലും ഇവിടെ ആരെങ്കിലും തൊടാൻ കഴിയുമോ എന്ന് മാത്രമാണ്. മസാലയൊക്കെ കൂടെ പുരട്ടി അവർ മസാല കൊണ്ടായിട്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ട് വിൽക്കത്തില്ലായിരുന്നു അത്. അപ്പോൾ ആ സമയത്തിന് ബുദ്ധി തോന്നിയില്ല. ഇപ്പൊ മനസ്സിലായി, കോൺഗ്രസ് തന്നെ രക്ഷിക്കുകയില്ല. സ്ത്രീകൾ വ്യാജമായിട്ട് ആരോപണമൊന്നും ആരെങ്കിലും ഒന്ന് ഉന്നയിച്ചാൽ മതി, അപ്പം തന്നെ പുഷ്പം പോലെടുത്ത് തന്നെ എറിയും. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പരിശോധിക്കാതെ ആരെങ്കിലും പറഞ്ഞാൽ മതി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വീഴ്ത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഓഡിയോ. അല്ല സാർ, രാഹുലിനെ സംബന്ധിച്ച് പുറത്തെ ശത്രുക്കളെക്കാൾ കൂടുതലാണ് അകത്തെ ശത്രുക്കൾ. ഉണ്ണിത്താനൊക്കെ പറയാ കേട്ടില്ലേ, നിന്റെ ചരിത്രം എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഉണ്ണിത്താൻ പറഞ്ഞത്. ചരിത്ര വിശുദ്ധിയുള്ള ഒരു മനുഷ്യൻ കോൺഗ്രസിൽ ഇതുപോലെ വേറെ ആരും ഉണ്ടാവില്ല. ആ തൂവുള്ള വസ്ത്രം കണ്ടാൽ തന്നെ അറിയാമല്ലോ. അതെ, പിന്നെ സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ട രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ്. ഈ വാചകവും കഥാപ്രസംഗവും കൊണ്ടൊന്നും കാര്യമില്ല. ആത്മവിശുദ്ധി വാചകവാടി കൊണ്ടൊന്നും കാര്യമില്ല. ലങ് പവർ കൊണ്ടും കാര്യമില്ല. ആത്മവിശുദ്ധിയുടെ ആഡംബരം ഉണ്ടല്ലോ, അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പിലിട്ട് മാധ്യമങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ മതി. തിരിഞ്ഞു കൊത്തായിരുന്ന ബൂമറാങ് ആവായിരുന്ന കൊല്ലം കൂടുതലങ്ങ് സദാചാര പോലീസ് ചമയാതിരിക്കുന്നതായിരിക്കും താങ്കൾക്ക് നല്ലത്. കോൺഗ്രസിലുള്ള എല്ലാവർക്കും അത് തന്നെയായിരിക്കും നല്ലത്. അത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിന്നും അധികം അടിച്ചു കയറാൻ നോക്കരുത്, സ്കോർ ചെയ്യാൻ നോക്കരുത്. ആരുടെയൊക്കെയോ ഭാവിയെ ബാധിക്കുമായിരുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലനിൽപ്പ് കോൺഗ്രസിലെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പുഴുവിനെ പോലെ വഴുതാരയെ പോലെയൊക്കെ തോണ്ടി എറിയാൻ പ്രേരിപ്പിച്ചത്. ഈ സത്യാവസ്ഥ, കോടതിയുടെ ഈ വിധി, ഫൈനൽ വിധി വരെ എങ്കിലും ഒന്ന് ക്ഷമിക്കാൻ. CPM-കാർ നിങ്ങളെ പറയുന്നത് പേടിച്ചാണെങ്കിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എപ്പോഴാണ് നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കാതെ? BJP-കാരൊന്നും പറയുന്നത് വിട്ടു. അവർ കോഴിയെ പിടിച്ചുകൊണ്ടൊക്കെ 2 ദിവസം പ്രകടനം നടത്തി. ഇപ്പോൾ കോഴിയൊന്നുമില്ല നാട്ടിൽ. ചിക്കനായി കഴിഞ്ഞു, അൽഫാമുമായി കഴിഞ്ഞു. ഇപ്പോൾ അതുകൊണ്ടിപ്പോൾ കുഴിമന്തി ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ കോഴിയൊന്നുമില്ല പാലക്കാട്ട്. ഇനി ആ പേടിയും വേണ്ട. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിയാണെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കേരളത്തിൽ ബ്രോയിലർ കോഴിയുടെ ജനസംഖ്യ വളരെ കൂടിയിട്ടുണ്ട്. അതെല്ലാ പാർട്ടിയിലും ഉണ്ട്. ബ്രോയിലർ കോഴികൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് നമ്മൾ മറക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ കേസിൻ്റെ അദ്ദേഹം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടവരാണ്. കാരണം പ്രാഥമിക അംഗത്വമില്ല. പക്ഷേ MLA ആയിട്ട് തന്നെ തുടരാം, ധൈര്യമായിട്ട് തന്നെ തുടരാം. കാരണം പാലക്കാട്ടെ ജനങ്ങളാണ്. അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ സ്പീക്കറുടെ നിയന്ത്രണത്തിലാണ് അദ്ദേഹം. സ്പീക്കറാണ് അദ്ദേഹത്തിൻ്റെ സഭാധ്യക്ഷൻ. അവിടെ പോകുമ്പോൾ സ്പീക്കർ പറഞ്ഞു വിടാതെ ഇദ്ദേഹത്തിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇമ്മ്യൂണാണ്. തന്നെയല്ല, പ്രിവിലേജസും ഉണ്ട്. MLA-മാർക്ക് പ്രിവിലേജസ് ഉണ്ട്. ആ ലെവൻസുകളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം.
എനിക്ക് തോന്നുന്നു ഇനി കോൺഗ്രസിൽ ഇദ്ദേഹം ഇത്ര കൃതജ്ഞത കാണിച്ച ഒരു പാർട്ടിയോട് അദ്ദേഹം അല്ലെങ്കിൽ കോൺഗ്രസിന് ഇനി രണ്ടാവണം. രാഹുലിൻ്റെ പേരിൽ രണ്ടായിട്ട് മാറണം കോൺഗ്രസ്. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേരിൽ. ഇവിടെ ഇന്ന് ചാനൽ ചർച്ചകളിൽ അന്തിച്ചർച്ചയ്ക്ക് വരുന്ന വിവരദോഷികൾ പറയുന്നത് കേട്ടല്ല കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടത്. ഇത്രയും കാലത്തെ 100 വർഷത്തെ ദീർഘമായ പാരമ്പര്യം, 100-ലേറെ വർഷങ്ങളിലെ ദീർഘമായ പാരമ്പര്യമുള്ള പാർട്ടി ആ പാരമ്പര്യത്തിനും അതിൻ്റെ ട്രഡീഷനും അനുസരിച്ച രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്. അതിൻ്റെ ഭരണഘടനയും നടപടിക്രമങ്ങളും ഒക്കെ അതിൻ്റെ ചരിത്രവും ഒക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണം. അതിന് ശേഷം വേണം തീരുമാനമെടുക്കാൻ. അദ്ദേഹം ഇപ്പം നിങ്ങളുടെ മന്ത്രിസഭയിലെ അംഗമല്ലല്ലോ. മന്ത്രിസഭയിലെ അംഗമാണെങ്കിൽ ഓക്കെ, ആരോപണവേന ശ്രീരാമചന്ദ്രൻ സീതയെ പരിചരിച്ചതുപോലെ ചെയ്യാം. സത്യം അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അഗ്നിശുക്തയായിട്ട് തിരിച്ചു വരാം. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. MLA മാത്രമാണ്. നിങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടിയത്? ഒരു പ്ലാൻഡായിട്ടുള്ള ആസൂത്രിതമായ പദ്ധതി പോലെയല്ലേ നടന്നത്? കോടതി പറയുന്നുണ്ടത്. അതാണ് ഏറ്റവും അപകടം പിടിച്ച കാര്യം. അതായത് കോടതി പറയുന്നത് ഇത് സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണോ ഈ കത്ത് പരാതി തന്നതെന്ന് കോടതി സംശയിക്കുകയാണ് പ്രഥമ ദൃഷ്ടിയെ. മനസ്സിലായോ? അത് കോടതിക്ക് ഇവരോടൊരു പ്രിജുഡിസും ഉണ്ടായിട്ട് പറയുന്നതല്ല. കാരണം അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങി എഴുതിയ ഇപ്പോഴും സുഹൃത്താണെന്നാണ് പറയുന്നത്. ബലാത്സംഗം ചെയ്ത ആൾ സുഹൃത്താണെന്നാണ്. ഇതെങ്ങനെ പൊരുത്തപ്പെടുന്നത്? ബലാത്സംഗം എന്ന് പറഞ്ഞൊരു പീഡനമല്ലേ, ഒരു ക്രൂരതയല്ല. ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ചെന്ന് പറയും. ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ചത്. ഇയാൾ സാഡിസ്റ്റാണോ? സാഡിസ്റ്റാണെങ്കിൽ അത് സ്ഥാപിക്കണം. സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുക, കത്തി കൊണ്ട് മുറിവേൽപ്പിക്കുക, ഈ ചോര കണ്ടിട്ട് സന്തോഷിക്കുക. ഇങ്ങനെ ചില സൈക്കോപാത്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പറയണം. അത് നമുക്ക് തെളിയിക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു സോക്കേട് ഇദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് നല്ല മനോരോഗ ചികിത്സാ വിദഗ്ധനെ കൊണ്ട് തെളിയിപ്പിക്കാം. അതും പറയുന്നില്ല. ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ചെന്ന്. മുറിവേൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് അവിടെ വന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നോ? പോലീസുകാർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെ ആരാ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ബലാത്സംഗമാണെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ. പറ്റിയില്ലെങ്കിൽ ഓക്കെ, വലിയ ആജാനുബാഹുവോ അല്ലെങ്കിൽ അതിശക്തനോ ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ നേരെ ഇത് കഴിഞ്ഞ ഉടനെ ജീവിച്ചിരിക്കുകയാണല്ലോ, കൊന്നിട്ടില്ലല്ലോ, ഒരു കൊലക്കുറ്റം ഇതുവരെ ചുമത്തിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ. നിങ്ങൾ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പറയുക, പരാതി എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് പേടിയാണ്, വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതല്ല, DYSP അല്ലേ പോയി വടകരയിലൊരു സെക്സ് തൊഴിലാളിയെ ബലാത്സംഗം ചെയ്ത കേസുള്ളത്. അത് അമ്മയും മക്കളും നോക്കി നിൽക്കുക ബലാത്സംഗം ചെയ്ത്. അത്തരം DYSPമാരാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോടതിയിൽ മൊഴി കൊടുക്കുക. അല്ലെങ്കിൽ നാട്ടിൽ ആരെങ്കിലും 10 പേരോടെ പറഞ്ഞുകൂടെ? അത് നമ്മുടെ സമൂഹം എന്ന് പറയുന്ന അത്ര ഒറ്റപ്പെട്ട സമൂഹമല്ലല്ലോ. തനിക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരോടെങ്കിലും പറയല്ലേ, സുഹൃത്തുക്കളോടെങ്കിലും പറഞ്ഞുകൂടെ? അതൊന്നും പറയാൻ 2 വർഷം കഴിഞ്ഞപ്പോൾ കോടതിയുമായിട്ട് കത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായതാണെന്ന് ചിലർ സംശയിച്ച സംശയം അസ്ഥാനത്തല്ല എന്നുള്ളതാണ് കോടതിക്ക് തന്നെ ഇപ്പോൾ ഏകദേശം ബോധ്യമായിരിക്കും.